ആത്മീയ പ്രഭാഷണം. വളരെ മനോഹരമായൊരു കലയാണ് ആത്മീയ പ്രഭാഷണം. ആത്മ എന്ന് വെച്ചാൽ സ്വന്തം, ആത്മീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെക്കുറിച്ച്, പ്രഭാഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരമായി സംസാരിക്കൽ. അങ്ങനെ മധുരമായി സംസാരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് സ്നേഹമാണ്. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് കവി പാടിയിട്ടുണ്ട്. സ്നേഹമുള്ളിടത്താണ് ദൈവം ഇരിക്കുന്നത്. മനോഹരമായ സംഘകാലത്തെ ഒരു കവിതയിൽ ഒരു വാക്കുണ്ട്, ചെമ്മണ്ണിൽ പെയ്ത മഴയാണ് സ്നേഹം. എന്ത് രസമായിട്ടാ! ചെറിയൊരു വരിയിലാണ് പറഞ്ഞത്, ചെമ്മണ്ണിൽ പെയ്ത മഴയാണ് സ്നേഹം. മഴ മണ്ണിൽ പെയ്താൽ എന്തായിരിക്കും? ഓരോ തരിയിൽ നിന്നും അടുത്ത തരിയിലേക്ക് വ്യാപിച്ച് 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 അങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ സ്നേഹം എന്ത് ചെയ്യണം? ഒരിടത്ത് കെട്ടി നിർത്താനുള്ളതല്ല സ്നേഹം. സ്നേഹം ഇങ്ങനെ പരന്ന് എല്ലാവരിലും എത്തണം. സ്നേഹത്തെക്കുറിച്ച് എത്രയെത്ര പാട്ടുകളാണുള്ളത്. നമുക്കൊരു പാട്ട് കേട്ടാലോ? സ്നേഹദീപമേ ലോകം മുഴുവൻ സുഖം പകരാനായി, സ്നേഹദീപമേ കദന നിവാരണ കനിവിന്നുറവേ, കദന നിവാരണ കനിവിന്നുറവേ, കാട്ടിൻ നടുവിൽ ലോകം മുഴുവൻ സുഖം പകരാനായി, സ്നേഹദീപമേ മിഴി തുറക്കൂ. മനോഹരമായിട്ടുള്ള ഈ ഭൂമിക്ക് എത്ര പ്രായമുണ്ടെന്നറിയാമോ? 450 കോടി വർഷം. ആഫ്രിക്കയിൽ നമ്മൾ മനുഷ്യരുടെ ആദിമ മനുഷ്യൻ ഉണ്ടായത് 60 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യരിൽ നിന്നും പലരും പല ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിച്ചു. അങ്ങനെ ഒരു 3 ലക്ഷം വർഷം ആയി നമ്മളെപ്പോലുള്ള മനോഹരന്മാരായിട്ടുള്ള മനുഷ്യരൊക്കെ ഉണ്ടായിട്ട്. 70,000 വർഷമേ ആയിട്ടുള്ളൂ നമ്മൾ അംഗമായിട്ട് മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് പോയിട്ട്. അങ്ങനെ ഒരു 12,000 വർഷം മുമ്പാണ് നമ്മൾ സ്ഥിരം താമസമാക്കിയതും കൃഷി ആരംഭിച്ചതും ഒക്കെ. ഒരു 15 ലക്ഷം വർഷത്തിന് മുമ്പാണ് നമ്മുടെ പൂർവികർ ഈ തമിഴകം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്, കേരളം, കർണാടകം, ആന്ധ്രയുടെ കുറച്ച് ഭാഗങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് ഈ തമിഴകം എന്ന് പറയുന്നത്. അല്ല, തമിഴ്നാട് മാത്രമല്ല. അങ്ങനെ നമ്മുടെ പൂർവികർ ഇവിടെ എത്തിയത്. അപ്പം അവർ 5 തിണകളിലായിട്ട് എന്ന് വെച്ചാൽ സ്ഥലങ്ങളിലായിട്ട് അവർ താമസിച്ചു. ഒന്നാമത്തെ തിണയാണ് കുറിഞ്ചി, മലയുടെ ഏറ്റവും മുകൾ ഭാഗം. അടുത്തത് മുല്ലൈ, താഴ്വാരം, പുൽമേട്. പിന്നീട് മരുതം, അതാണ് വയലേലകൾ. നമ്മുടെ എല്ലാ വയലുകളും പറമ്പുകളും ഒക്കെ മരുതത്തിലാണ്. പാലൈ, നമ്മൾ പാലൈക്കാട് എന്ന് കേട്ടിട്ടുണ്ട്. അത് പാലൈ നിലമാണ്, അതായത് കരിമ്പനക്കൂട്ടം ഉള്ള സ്ഥലം, അതായത് മരുപ്രദേശമാണ്. പിന്നീടാണ് നെയ്തൽ, അത് കടലോരം. അവിടങ്ങളിലായിട്ട് നമ്മൾ താമസിച്ചു. അവിടെയൊക്കെ ഓരോ ആരാധനാമൂർത്തികളെ നമ്മൾ കണ്ടെത്തി. കുറിഞ്ചിയിൽ താമസിച്ചവർ ചേയോൻ അല്ലെങ്കിൽ മുരുകനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുല്ലൈ നിലത്തിൽ ഉള്ളവർ മായോനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മായോൻ, മായക്കണ്ണാന്ന് വിളിക്കുന്നില്ലേ, അതാണ് മായോൻ എന്നാണ് ആ ദൈവം. മരുതം നിലക്കാർ വെയ്ന്തൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്ക്കുന്ന ദൈവമാണ്. പിന്നീട് മാടൻ, അമ്മൻ, ഇങ്ങനെയൊക്കെയുള്ള ദൈവങ്ങളെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പാലൈ നിലക്കാർ കൊറ്റബൈ എന്ന് പറയുന്ന
ഒരു യുദ്ധദേവതയാണ് പ്രാർത്ഥിച്ചത്. നെയ്തൽ നിലം, അതായത് കടലോരത്തിലുള്ളവർ കടലൂൻ എന്ന ദൈവത്തെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇതിനൊക്കെ നമ്മൾ നടുകല്ല് എന്ന് പറയുന്നൊരു സംഗതി നാട്ടാറുണ്ട്. നടുകല്ലെന്ന് പറഞ്ഞാൽ ആരാധിക്കാനായിട്ട് ഒരു കല്ല് നാട്ടുന്നതിനെയാണ് പറയുന്നത് നടുകല്ല്. നമുക്ക് പ്രധാനമായിട്ടും അറിയാവുന്ന ഒരു സംഗതിയാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു കഥ ചിലപ്പതികാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചേരൻ ചെങ്കുട്ടുവൻ, അദ്ദേഹത്തിൻ്റെ അനുജൻ ഇളങ്കോവടികൾ ഈ കുറിഞ്ചിത്തിണയിലുള്ള കുറവരിൽ നിന്നും ഒരു കഥ കേട്ടു. അങ്ങനെ അദ്ദേഹം കണ്ണകിയുടെ കഥ ചിലപ്പതികാരം എന്ന രൂപത്തിൽ എഴുതി. ആ കഥ ആദ്യന്തം കേട്ട ചേരൻ ചെങ്കുട്ടുവന് രാജ്യത്തുടനീളം ഈ പതിവ്രത രത്നത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കൊച്ചു കൊച്ചു കോവിലുകൾ, ക്ഷേത്രം എന്നൊക്കെയുള്ളത് കുറച്ച് കഴിഞ്ഞിട്ടാണ്, ക്ഷേത്രമല്ലാതെ കോവിലുകൾ, നടുകല്ലുകൾ സ്ഥാപിക്കണം എന്ന് തോന്നി. കോവിലുകൾ പോലും പിന്നെയാണ് ഉണ്ടായത്. അങ്ങനെ ആറിൻ്റെ തീരത്ത് നടുകല്ല് സ്ഥാപിച്ചതാണ് ആറ്റുകല്ല് എന്ന് പറഞ്ഞതാണ്. പിന്നീട് അവിടെ താമസിച്ചവരത് പ്രാർത്ഥിച്ചു, കൊച്ചു കോവിലായി, ഇപ്പോൾ മഹാക്ഷേത്രമായിട്ട് മാറി. അങ്ങനെ ആറ്റുകല്ല് ആണ് ആറ്റുകാലായി മാറിയത്. അപ്പോൾ നടുകല്ല് സ്ഥാപിച്ച് പ്രാർത്ഥിക്കുന്ന രീതി പണ്ട് തന്നെ നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നടുകല്ല് സ്ഥാപിച്ച സ്ഥലങ്ങളിലേക്കെല്ലാം ആ ഭക്തജനങ്ങൾ പാട്ടും പാടി കൊട്ടും കൊട്ടി അങ്ങനെ പോകും. കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ, കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ, കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. അമ്മേ നാരായണ ദേവി നാരായണ, അമ്മേ 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 നാരായണ ദേവി 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 നാരായണ. കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ, കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. അമ്മേ നാരായണ ദേവി നാരായണ, അമ്മേ 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 നാരായണ ദേവി 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 നാരായണ. പട്ടഹസിച്ചവളെ പട്ടകവാളു പിടിച്ചവളെ, പൊന്നിലം വിട്ടവളെ പൊന്നിളം കാവിൽ വാഴുമമ്മ. പട്ടഹസിച്ചവളെ പട്ടകവാളു പിടിച്ചവളെ, പൊന്നിലം വിട്ടവളെ പൊന്നിളം കാവിൽ വാഴുമമ്മ. കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ, കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. അമ്മേ നാരായണ ദേവി നാരായണ, അമ്മേ 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 നാരായണ ദേവി 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 നാരായണ. കുറിഞ്ചി നിലം, അതായത് മലമുകൾ, അവിടെ താമസിക്കുന്നവര് കുറവരും വേടരുമാണ്. അപ്പോൾ അവരുടെ ദൈവമാണ് ചേയോൻ അല്ലെങ്കിൽ മുരുകൻ. അവര് പാട്ടുപാടി കാവടിയാടി ദാ അങ്ങനെ പോവുകയാണ്. പൂക്കാവടി അതാ നീങ്ങുന്നു, പൂക്കാവടി, പാൽക്കാവടി ഇതാ നീങ്ങുന്നു, പാൽക്കാവടി, പീലിക്കാവടി ഒന്ന് വഴിമാറി കൊടുക്കണേ. വേൽക്കാവടി, അഗ്നിക്കാവടി, ഭസ്മക്കാവടി, പനിനീർക്കാവടി എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള കാവടികളാടി ആ കുറവരും വേടരും അങ്ങനെ പോവുകയാണ് മുരുകനെ പ്രാർത്ഥിച്ചുകൊണ്ട്. അവർ പാടുന്നു, ആടുന്നു. ആടിവാ മുരുക ആനന്ദരാഗത്തിൽ, പാടിവാ മുരുക അഴകിയ മയിലിൽ, ആടിവാ മുരുക ആനന്ദരാഗത്തിൽ, പാടിവാ മുരുക അഴകിയ മയിലിൽ, ആടിവാ മുരുക
மையலில் அடிக்க மனமுடன் இசைந்து மையலில் அடிக்க தினமுயர் வாழ்வே தித்திக்க தித்திக்க தினமுயர் வாழ்வே தித்திக்க தித்திக்க அழகிய மயிலே ஆடிவா முருகா